കൊടും ഭീകരന്മാരെ തുരത്തുന്ന സൈന്യത്തിന്റെ ശക്തി കാണണമെങ്കിൽ ആയുധബലം അറിയണമെങ്കിൽ തിരുവനന്തപുരം കനകക്കുന്നിലേക്ക് വരേണ്ടി വരും. പലപ്പോഴായി ഭീകരന്മാരെ തുരത്തിയ സൈന്യത്തിന്റെ ശക്തി കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ എത്തിയാൽ മതി. ആധുനിക യന്ത്രത്തോക്കുകൾ മുതൽ മിസൈലുകൾ വരെ ഉൾപ്പെടുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രദർശനം ഇവിടെ കാഴ്ചക്കാരെ കാത്തിരിപ്പുണ്ട്. നേവിയുടെ സ്റ്റാളിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകളുടെയും മിസൈലുകളുടെയും മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പരിചയപ്പെടുത്തുന്ന കേരള പോലീസ് സ്റ്റാൾ, മിസൈൽ മാതൃകകളുമായി ISRO, യുദ്ധവിമാനത്തിന്റെ കുഞ്ഞൻ മോഡലുകളുമായി ഇന്ത്യൻ എയർഫോഴ്സ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്, സൂര്യകാന്തി ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന കനകോത്സവം പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം ഇവയൊക്കെയാണ്. തോക്കുകളും മറ്റായുധങ്ങളും തൊട്ടുനോക്കാനും മനസ്സിലാക്കാനും അത്ര പരിചിതമല്ലാത്ത ആധുനിക സാങ്കേതിക വിദ്യകൾ ചോദിച്ചറിയാനും നിരവധി ആളുകളാണ് സ്റ്റാളുകൾ സന്ദർശിക്കുന്നത്. VVPAT മെഷീൻ കാണാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റാളിൽ എത്തുന്നവരും നിരവധിയാണ്. VVPAT വലിയ വാർത്തയായതോടെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക യന്ത്രത്തോക്കുകൾ മുതൽ മിസൈലുകൾ വരെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രദർശനം. ആ പ്രദർശനത്തിനാണ് കാഴ്ചക്കാർ ഏറെയുള്ളതും. നേവിയുടെ സ്റ്റാളിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകളുടെയും മിസൈലുകളുടെയും മാതൃകകളുണ്ട്. ആ പ്രദർശനം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വലിയ കൗതുകമാവുകയാണ്. ദേശീയ പക്ഷിമൃഗ പ്രദർശനം, ചക്ക മാമ്പഴ വാഴ മഹോത്സവം, അലങ്കാര മത്സ്യ പ്രദർശനം, മലയാള പത്രമാധ്യമ ചരിത്ര പ്രദർശനം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, നിയമസഭ, ദുരന്ത നിവാരണ അതോറിറ്റി, തപാൽ, അച്ചടി വിഭാഗങ്ങളുടെ സ്റ്റാളുകൾ എന്നിവയും നിരവധി ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ദിവസവും വൈകിട്ട് ബാൻഡ് മത്സരങ്ങൾ, കലാപ്രകടനങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നു. അനശ്വര യുവ സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ സ്മരണാർത്ഥം മികച്ച മ്യൂസിക് ബാൻഡിന് പുരസ്കാരം കനകോത്സവം 2019 ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏപ്രിൽ 5 ആരംഭിച്ച കനകോത്സവം 15 വരെ സൂര്യകാന്തിയിൽ നടക്കും. സംസ്ഥാനത്തെ മികച്ച ബാൻഡിനെ കണ്ടെത്താനായുള്ള മത്സരം 5 മുതൽ സൂര്യകാന്തിയിൽ നടന്നുവരികയാണ്. തുടർച്ചയായി എല്ലാ ദിവസവും വൈകുന്നേരം മത്സരമുണ്ട്. കോളേജ് ബാൻഡുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ നല്ലൊരു പങ്കും. രാജ്യത്തെ മികച്ച സംഗീതജ്ഞന്മാരാണ് വിധികർത്താക്കളായി എത്തുന്നത്. പുരസ്കാരം സമാപന സമ്മേളനത്തിൽ നടക്കുന്ന ബാലഭാസ്കർ സ്മൃതിയിൽ വിതരണം ചെയ്യും. തലസ്ഥാനത്തെ സംബന്ധിച്ച് ഈ വിഷു കാലത്ത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സൂര്യകാന്തിയിൽ നടക്കുന്ന ഫെസ്റ്റിവൽ. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രദർശനങ്ങൾ, പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈന്യത്തിന്റെ ആയുധബലം പ്രകടമാക്കുന്ന പൗലിനികൾ, പ്രത്യേകിച്ചും ISROയുടെ അടക്കം എക്സിബിഷൻ, ഇതൊക്കെ പുതുതായി വരുന്ന ആൾക്കാർക്ക് വിജ്ഞാനത്തിൻ്റെ പുതിയൊരു മേഖല കൂടിയാണ് തുറന്നു കൊടുക്കുന്നത്. ഏതായാലും കനകോത്സവം തലസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ആഘോഷമായി മാറുകയാണ്. പ്രത്യേകിച്ചും സൈന്യത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ആ ഒരു പ്രദർശന സ്റ്റാൾ മാത്രം മതി ഈ കനകോത്സവത്തിൻ്റെ ഭംഗി കൂട്ടാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.